തിരികെ വരുന്നു. അർജുന് വിട. കാർവാറിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹവുമായി ആംബുലൻസ് പുറപ്പെട്ടു. കർണാടക പോലീസിന്റെ അകമ്പടിയോടെയാണ് യാത്ര. നാളെ രാവിലെ 8 മണിയോടുകൂടി അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീട്ടിലെത്തും. കർണാടക പോലീസ്, കാർവാർ MLA സതീഷ് സെയിൽ അടക്കമുള്ളവരാണ് ആംബുലൻസിനെ അനുഗമിക്കുന്നത്. കാർവാർ പോലീസും ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. കർണാടക സർക്കാർ ദുരന്തബാധിതർക്കായി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ വീട്ടിലെത്തി. ജനപ്രതിനിധികൾ അർജുന്റെ അമ്മയ്ക്ക് കൈമാറും എന്നുള്ള സൂചനയാണ് ഉള്ളത്. നേരത്തെ തന്നെ അർജുന്റെ വീട്ടിലേക്ക് ബന്ധുക്കളുടെ, നാട്ടുകാരുടെ, സുഹൃത്തുക്കളുടെ ഒക്കെ പ്രവാഹമായിരുന്നു. നാളെ രാവിലെ നാട് മുഴുവൻ അർജുന് അന്ത്യാഭിവാദ്യം നൽകാൻ, അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ഒഴുകും എന്നുള്ളതിൽ തർക്കമില്ല. ഗംഗാവലി പുഴയുടെ തീരത്ത് കൂടെ ആണ് അർജുൻ ഉപയോഗിച്ചിരുന്ന ആ ലോറി കിടന്നിരുന്ന ആ തീരത്തിനരികിലൂടെയാണ് അർജുന്റെ ഭൗതിക ശരീരവുമായിട്ടുള്ള ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നത്. ഷിരൂരിൽ നിന്ന് അങ്കോള വഴിയാണ് ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നത്. അവിടെ തൊട്ട് തന്നെ, ഷിരൂർ തൊട്ട് തന്നെ ന്യൂസ് 18ന്റെ വാർത്താ സംഘം ആംബുലൻസിനെ അകമ്പടി നൽകുകയാണ്. നാളെ രാവിലെ 8 മണിക്കായി ആംബുലൻസ് കോഴിക്കോട്ടെത്തും, അർജുന്റെ വീട്ടിലേക്കെത്തും. ഇത്ര 73 ദിവസത്തോളം അർജുൻ എവിടെയാണ് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഓരോ മലയാളിയും എങ്ങനെയാണ് അർജുൻ തിരികെ എത്തുമ്പോൾ, ജീവനുറ്റ ശരീരമായി തിരികെ എത്തുമ്പോൾ എത്ര വേദനയോടുകൂടിയായിരിക്കും ആ യാത്രയ്ക്ക് സാക്ഷികളാകുക എന്നതും കണ്ടറിയാം. KV ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, എവിടെ എത്തി ആംബുലൻസ്? അപർണ, നമ്മളിപ്പോൾ കുന്താപുരത്തോടു കൂടി അടുക്കുകയാണ്. വളരെ വേഗത്തിലാണ് ഇപ്പോൾ വാഹനം കടന്നു പോകുന്നത്. ഉടുപ്പിയിൽ മലയാള സമാജത്തിന്റെ വക ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവിടെ 5 മിനിറ്റ് നിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിനുശേഷം കാസർഗോഡ് ജില്ലാ കളക്ടർ ഇമ്പശേഖർ, അദ്ദേഹം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകും രാത്രി അവിടെ ശേഖരിക്കാൻ. അതുപോലെ തന്നെ തലപ്പാടി അതിർത്തിയിലും അത്തരത്തിൽ ഒരുപാട് ആളുകൾ, ലോറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടാവും. ഏതായാലും അടിയൂരാണ് ഈ മൃതദേഹം മന്ത്രി AK ശശീന്ദ്രൻ ഏറ്റുവാങ്ങുക. അതിനുശേഷം വിലാപയാത്രയായിരിക്കും പിന്നീട് പോകുക. ഏതായാലും 8 മണിയോടുകൂടി എത്താനുള്ളൊരു ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് കുന്താപുരമാണ്. കുന്താപുരത്തേക്ക് ഒരു 40 കിലോമീറ്ററോളം ദൂരമുണ്ട്. പൊന്നാപുരമൊക്കെ കഴിഞ്ഞ് കുന്താപുരത്തേക്ക് എത്തിയിരിക്കുന്നു. മഴ, ഈ വഴിയിലൊക്കെ ശക്തമായ മഴയാണ്. അർജുൻ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അപകടപ്പെടുമ്പോൾ ഉണ്ടായ മഴ, അത് വഴിനീളെ നമ്മൾ കാർവാർ മുതൽ കാണുന്നതാണ്. അത്രത്തോളം വലിയ മഴയാണ്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് വാഹനം. ആദ്യം പതുക്കെ ആണെങ്കിൽ 50 കിലോമീറ്റർ മാത്രം വേഗതയിൽ പോയാൽ മതി എന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് അവിടെ നിന്ന് കർണാടക ജില്ലാ ഭരണകൂടം. പക്ഷെ ഇപ്പോൾ വേഗത്തിൽ തന്നെ പോകുന്നുണ്ട്. സതീഷ് സെയിൽ MLA വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ AKM അഷ്റഫും ഉണ്ട്. AKM അഷ്റഫിന്റെ വാഹനത്തിലാണ് ജിതിനും അഭിജിത്തും ഉള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുന്താപുരം അല്പസമയത്തിനകം തന്നെ കുന്താപുരം എത്തും. പിന്നീട് ഉടുപ്പിയാണ്. അവിടെയാണ് ഈ മലയാള സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ രാത്രിയിൽ ഇത്തരത്തിൽ അവസാനമായി കാണാൻ അവിടെ ആളുകൾ എത്തുന്നത്. എന്തായാലും മഴ ശക്തമായി ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയിക്കാൻ കഴിയുന്നത്. KV ബൈജു സംസാരിക്കുന്നത്. അർജുൻ വരുന്ന ആംബുലൻസിന് തൊട്ടുപിറകെ ന്യൂസ് 18 വാർത്താ സംഘം വരികയാണ്. അതിൽ നിന്നുകൂടിയാണ് KV ബൈജു തത്സമയ റിപ്പോർട്ട് നൽകിയത്. അർജുന്റെ മൃതദേഹം രാവിലെ 8 മണിക്ക് വിലാപയാത്രയായിട്ടാണ് വീട്ടിലെത്തിക്കുക. പൊതുദർശന ശേഷം 1 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അർജുൻ വരും വരില്ല എന്നുള്ള പ്രതീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് അർജുൻ്റെ വീടിൻ്റെ മുൻപിലാണ്. അർജുൻ പണിത അർജുൻ്റെ സ്വന്തം വീടിൻ്റെ മുൻപിലാണ്. പക്ഷേ നാളെ അർജുൻ രാവിലെ 8 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ നാട് മുഴുവൻ തേങ്ങുകയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അർജുൻ അത്രമേൽ ആഗ്രഹിച്ചു പണിത വീട്ടിലേക്ക് ചേതനയാറ്റാണ് അർജുൻ എത്തുക എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ച് മരിച്ചുവെന്ന് തങ്ങൾക്ക്, അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും തൻ്റെ മകൻ്റെ മൃതശരീരം കിട്ടിയല്ലോ എന്നെങ്കിലും ഈ കുടുംബം ആശ്വസിക്കുകയാണിപ്പോൾ. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ് നെഞ്ചുപൊട്ടി, അർജുൻ്റെ മരണവിവരം അറിഞ്ഞപ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞ അമ്മയെ നമ്മളിവിടെ കണ്ടു. അർജുനായി ഈ വീടും നാടും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ കൃത്യം 8 മണിയോടുകൂടി
അർജുൻ്റെ മൃതദേഹം അർജുൻ്റെ വീട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായി കണ്ണാടിക്കലിൽ നിന്നും വിലാപയാത്രയായിട്ടാണ് മൃതദേഹം അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കുക. അതിനു മുൻപ് പൂളാടിക്കുന്നിൽ നിന്ന് അർജുൻ്റെ തന്നെ സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർമാരെല്ലാവരും കൂടി ആംബുലൻസിനെ അനുഗമിക്കും. അവിടുന്ന് അങ്ങോട്ട് കണ്ണാടിക്കലിൽ നിന്നും ഈ നാട് മുഴുവൻ അർജുനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടൊപ്പം അർജുൻ്റെ വീട്ടിലേക്ക് അവസാനമായിട്ടെത്തും. വീട്ടിൽ 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. ഏകദേശം കൃത്യം 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. ആ 1 മണിക്കൂറിൽ ഈ നാട്ടിലെ ആളുകൾ ആർക്കൊക്കെ അർജുനെ അവസാനമായി കാണണമോ അവർക്കൊക്കെ കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം അർജുൻ്റെ വീടിൻ്റെ പുറകുവശത്താണ് അർജുന് അവസാനമായി ഉറങ്ങാനുള്ള സ്ഥലം ഒരുക്കിയത്. നമുക്കത് കൃത്യം നാളെ തന്നെ കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ പുറകുവശത്താണ് അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായത്. വലിയ വേദനയോട് കൂടിയാണ് ഈ നാട് അർജുന് വിട നൽകുന്നത്. ഏറ്റവും പ്രധാനമായി അർജുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അർജുൻ്റെ ഈ ഒരു വിയോഗം അവർക്ക് ഒരു കാലത്തും ഒഴിവാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മറക്കാൻ സാധിക്കാത്ത ദുഃഖമാകുമ്പോൾ തന്നെ ഈ നാടിനും അർജുൻ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടും നാളെ ഏറെ തേങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു മൗനമാണ് ഈ ഏരിയ മുഴുവൻ എന്ന് പറയാം. കാരണം അത്രമാത്രം ഓരോ വീട്ടിലെയും പ്രിയപ്പെട്ടവനായി അർജുൻ മാറിയിരുന്നു. തങ്ങളുടെ വീട്ടിലെ ഒരാളെന്ന പോലെ ഓരോ വീട്ടുകാരും അർജുനെ കണ്ടത്, സ്വന്തം മകനായി കണ്ടത് നമ്മൾ കണ്ടതാണ്. എന്തായാലും നാളെ കൃത്യം രാവിലെ 8 മണിയോടുകൂടി അർജുൻ്റെ മൃതദേഹം വീട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പൂർണ്ണമായും എല്ലാ ചടങ്ങുകളും അവസാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അർജുൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ വിനോദിനൊപ്പം ഭവ്യ പാർവതി.